പ്രോപ്പർ പാച്ച് വർക്കോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ക്ലീൻ പീസ് വണ്ടി നമുക്ക് ഫൈനലായിട്ട് ഓടിച്ചോടിക്കുന്ന 88 രൂപ കൊടുക്കാം. 88,000 രൂപ കൊടുക്കാം. ചെറിയ പൈസ കൊടുക്കല്ലേ ഈ വണ്ടി? ഇത് 1,40,000 കൊടുക്കാം. 2010 വണ്ടി 1,40,000 കൊടുക്കാം. ചില്ലറ ചായ പൈസ പാർക്കിംഗ് സെല്ലും ഉണ്ടാണേ. നമുക്ക് ഫൈനലായിട്ട് 1,40,000 രൂപ കൊടുക്കാം. 1,40,000 കൊടുക്കാം അല്ല ചില്ലറോ? ഇവിടെ 2 പീസ് ഉണ്ടല്ലോ ടോട്ടല്. ഇതും ഓട്ടോമാറ്റിക്കാ മാനുവലാ? ഇത് മാനുവൽ ഉണ്ട്. 19 സെൻട്രും തേർഡ് ഓൺഷിപ്പ് ആണ്. 55,000 കിലോമീറ്റർ ഓടിയിട്ടു. കമ്പനി സർവീസ് തേർഡ് ഓൺ സർവീസ് ഹിസ്റ്ററിയൊക്കെ ഉണ്ടാവും. ഓക്കെ, നമുക്ക് ഫൈനലായിട്ട് ഇത് ഏകദേശം ഒരു 2,80,000 രൂപ കൊടുക്കാം. 2,80,000 കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്യാം. 100% ലോൺ. ഇത് തട്ടുമുട്ടൊന്നുമില്ലല്ലോ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും. സിംഗിൾ ഓൺഷിപ്പ് VXI ഓപ്ഷൻ. ഓക്കെ, നമുക്ക് 2,40,000 രൂപ കൊടുക്കാം. 2,40,000 കൊടുക്കാം. അത് ഓട്ടോ കുറവുണ്ടല്ലേ? എത്ര? 40,000. ഓക്കെ, വേറെ തട്ടുമുട്ടി ഇടി കുത്ത് ഒന്നുമില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല അല്ലേ? നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. മാക്സിമം ലോൺ ചെയ്യാലോ ബ്രോ? മാക്സിമം ലോൺ ചെയ്യാം. KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വീണ്ടും നമ്മുടെ പയ്യന്നൂരിലെ A1 യൂസ്ഡ് കാറിലാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. നോർമൽ ബഡ്ജറ്റിൽ നല്ല ക്വാളിറ്റി വണ്ടികൾ നോക്കുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് വാഹനങ്ങൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. ഏകദേശം ഒരു 30 വണ്ടികളുണ്ട്. എല്ലാം ജനപ്രിയ വാഹനങ്ങളാണ് കേട്ടോ. അതായത് ലോ ബഡ്ജറ്റിൽ ചെറിയ പൈസന്റെ വണ്ടികളൊക്കെ ഇവിടെ ഉണ്ട്. മെയിനായിട്ട് ഇവർ ഫോക്കസ് ചെയ്യുന്നത് എന്താ വെച്ചാലല്ലേ, മോഡൽ കുറഞ്ഞതും കൂടിയതും ആണെങ്കിലും പിന്നെ ലോ കിലോമീറ്റർ വണ്ടികളിലാണ് ഫുള്ള് കളി. അതായത് ജെനുവിൻ കിലോമീറ്റർ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷന് ഇവർ തരുന്നുണ്ട്. നമ്മുടെ കണ്ണൂർ കാസർഗോഡ് ഹൈവേയിൽ ഏറ്റവും വലിയ ഷോറൂമാണ്. ഏറ്റവും നല്ല ക്വാളിറ്റി വണ്ടികൾ കിട്ടുന്ന ഒരു ഷോറൂമാണിത്. എടുക്കുന്ന ആൾക്ക് ഒരു ടെൻഷൻ വേണ്ട കേട്ടോ. എല്ലാ ഭാഗം ചെക്ക് ചെയ്തിട്ട് വണ്ടി എടുത്തോളി. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ഇതിന്റെ ഓണറാണ്, ലതീഷ് ബ്രോ ആണ്. എന്തൊക്കെയുണ്ട്? കഴിഞ്ഞ വീഡിയോയിലുള്ള ഏകദേശം വണ്ടികളൊക്കെ വിറ്റ് പോയിട്ടുണ്ടല്ലോ? അല്ല, നമ്മൾ വീഡിയോയിൽ അല്ലാതെ ഇവർക്ക് നല്ല സെയിലാണ് കേട്ടോ. കാരണം ഒരുപാട് ഡീലർമാരായിട്ട് കുറെ കോണ്ടാക്ട് ഉള്ളതാണ്. പിന്നെ എന്തായാലും പിന്നെ വണ്ടി ഓരോന്നായിട്ട് കാണിച്ചു കൊടുക്കല്ലോ. ലൊക്കേഷൻ എങ്ങനെ പറയണ്ടേ? ഈ ഷോറൂമിൽ ലൊക്കേഷൻ വരുന്നത് പയ്യന്നൂർ സെൻട്രൽ മസാല വിഡോബ് അമ്പലത്തിന്റെ നേരെ ഓപ്പോസിറ്റ്. പിന്നെ സെക്കൻഡ് ഷോറൂം ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ കാസർഗോഡ് ഹൈവേയിൽ പയ്യന്നൂർ കോളേജിന്റെ അടുത്തായിട്ട് അവിടെയാണ്. അത് ഹൈവേയിൽ വരുന്നത്. 2 ഷോറൂം ഉണ്ട്. അതായത് റേഞ്ച് കൂടുതലുള്ളത്. ഇതിപ്പോ 2 ഷോറൂം ഉണ്ട്. ഒന്ന് എബോ 5 lakhന്റെ ബഡ്ജറ്റും ഒന്ന് ബിലോ 5 lakhന്റെ ബഡ്ജറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഏത് വണ്ടി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ കാസർഗോഡ് കണ്ണൂർ ഈ ഭാഗത്തൊക്കെ ഉള്ളവരാണെങ്കിൽ എളുപ്പത്തിൽ എത്താനും പറ്റും അല്ലെ? ട്രാൻസ്പോർട്ടേഷൻ ഉള്ള ഏരിയ. അതെ, നമ്മളെ വീഡിയോ ഇവിടെയുള്ള കുറെ ടീം വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓൽക്കൊക്കെ ഇപ്പൊ ഇവിടെ എത്താന് കുറെ പണിയൊന്നും ഇല്ലല്ലോ അല്ലേ? അപ്പോ എല്ലാത്തരം വാഹനങ്ങളുണ്ട് കേട്ടോ. ടെൻഷൻ ചെറിയ ബഡ്ജറ്റ് മുതൽ വലിയ താറെല്ലുണ്ടല്ലോ. മഹീന്ദ്രന്റെ താറുണ്ട്, ക്രിസ്റ്റ ഉണ്ട്, ഒരുപാട് വണ്ടികളുണ്ട്. അപ്പൊ എന്തായാലും സംസാരിച്ച് ലാഗടിപ്പിക്കുന്നില്ല. ലൊക്കേഷന് പറഞ്ഞല്ലേ? പിന്നെ ഗ്യാരണ്ടി വാറന്റി ഒന്നും കൊടുക്കാമല്ലോ? 2018 ശേഷമുള്ള എല്ലാ വണ്ടികൾക്കും 6 മാസത്തെ എഞ്ചിൻ ഗിയർ ബോക്സ് വാറന്റി ഉണ്ടാവും. 2018 താഴെയുള്ള വണ്ടികൾക്കെല്ലാം 7 ദിവസത്തെ ചെക്കിംഗ് വാറന്റി കൊടുക്കാൻ പറ്റും അല്ലേ? ഓക്കെ, എന്തായാലും നമുക്ക് ഓരോ വണ്ടിയായിട്ട് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ നമുക്ക് ആദ്യമായിട്ട് ഒരു ഡാറ്റ്സന്റെ റെഡിഗോ കാണിച്ചു കൊടുക്കാം. ഓട്ടോമാറ്റിക് അല്ലേ വണ്ടി? ഓട്ടോമാറ്റിക്. 2018 മുകളിൽ സിംഗിൾ ഓൺഷിപ്പ്. 18 വണ്ടി. 38,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. കറക്റ്റ് കമ്പനി സർവീസിലും പോയ വണ്ടി. സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ അഡീഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഫൈനലായിട്ട് 2,60,000 രൂപ കൊടുക്കാം. എത്രയായിരുന്നു? 18. 2,60,000 കൊടുക്കാം ഫൈനല്. ലോൺ എത്ര കിട്ടും? നമുക്ക് 2,40,000 കിട്ടും. വണ്ടി റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല, തട്ടുമുട്ടി ഇടി ഒത്തൊന്നുമില്ല. ഇത് പിന്നെ ഓപ്ഷന് ഫുള്ളാ മിഡിലാ? ഓട്ടോമാറ്റിക് ഫുള്ള്. ഓട്ടോമാറ്റിക് ആണ് വണ്ടി. നല്ല കിടുക്കാച്ച് വണ്ടി. അലുവക്കണ്ടം പോലത്തെ ഫാൻസി നമ്പർ 51, 51. അതും നല്ല പുതിയ റോഡിൽ കളിക്കാൻ പറ്റിയ വണ്ടിയല്ലേ? വോൾസ്വാഗൻ പോളോ GT പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടി. സിംഗിൾ ഓൺഷിപ്പ് TSI വണ്ടിയാണ്. ഓക്കെ, ഫുൾ ഓപ്ഷൻ. 1,08,000 കിലോമീറ്റർ ഓടി. കറക്റ്റ് കമ്പനി സർവീസ് പോയ വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. എടുക്കുന്ന ഒരു 10-20,000 രൂപ ചെലവാക്കണ്ടേ ഇവിടെ മെക്കാനിക്കൽ വർക്ക് കണ്ടു വരാം. ഫൈനൽ നമുക്ക് 4,75,000 രൂപ കൊടുക്കാം. 4,75,000 ഇത് GT കൊടുക്കാം. ഫുള്ള് ലോൺ കൊടുക്കാം. 100% ലോൺ കൊടുക്കാം. ഇപ്പോഴേ പറഞ്ഞേക്കാം 25,000 രൂപ പണി മെക്കാനിക്കൽ വർക്ക് ഉണ്ട്. ഒന്നുമില്ല. ഓക്കെ, ഹിദ്മത്തിന്റെ ഒരു ടൊയോറ്റന്റെ വണ്ടി എങ്ങനെയായിരുന്നു ബ്രോ? ഇത് 2013 സിംഗിൾ ഓൺഷിപ്പ് 42,000 കിലോമീറ്റർ വേണ്ടി. വെറും 42,000. 4 പുതിയ ടയർ, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ, കറക്റ്റ് കമ്പനി സർവീസ് പോയ വണ്ടി. നമുക്ക് ഫൈനൽ ആയിട്ട് 3,40,000 രൂപ കൊടുക്കാം. 3,40,000 പെട്രോൾ ആണ്.
പെട്രോൾ വണ്ടി 340 കൊടുക്കാം. ഫുള്ള് ലോണിൽ കൊടുക്കല? ഫുള്ള് ലോണിൽ ഒറിജിനൽ കേരള. ഇത് കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടി. വണ്ടി എന്ത് അടിപൊളിയല്ല, ഒന്നും ഒരു കംപ്ലൈന്റോ കാര്യങ്ങളൊന്നുമില്ല. എണ്ണ അടിക്കാൻ പോവാ. പിന്നെ ടൊയോറ്റന്റെ വണ്ടി പിന്നെ പറയണ്ടല്ലോ അല്ല. മൈലേജ് ഏകദേശം 15 റേഞ്ച് പ്രതീക്ഷിച്ചാൽ മതി. പെട്രോൾ 15 കിട്ടുള്ളൂ, 15 കിട്ടുള്ളൂ, അത്ര കിട്ടുമല്ല. ഓക്കെ, മാക്സിമം ലോൺ ചെയ്യാം. മാക്സിമം ലോൺ ചെയ്തോ. ഓക്കെ, ഒരു കിളിക്കുഞ്ഞു പോലത്തെ വണ്ടി, അതും 2 കളർ ലോണിലുള്ള ഒരു ഇറ്റിയോസ് ലിവ. ബ്രോ ഇത് എങ്ങനെയായിരുന്നു? ഇത് 2018 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, 78,000 കിലോമീറ്ററോടെ, കറക്റ്റ് കമ്പനി സർവീസ് വേണ്ടി, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഈ ഓപ്ഷൻ വണ്ടിയാണ്, കമ്പനി സർവീസ് വണ്ടി ഓടിയിരിക്കുന്നത്. പെട്രോൾ അല്ല? പെട്രോൾ. ഓക്കെ, നമുക്ക് ഫൈനൽ ആയിട്ട് 4,75,000 രൂപ കൊടുക്കാം. 4,75,000 കൊടുക്കാം. ടൊയോറ്റന്റെ വണ്ടിയൊക്കെ ചെറിയ പൈസ കൊടുക്കല്ല, പിന്നെ വേറെ തട്ടുമുട്ടൊന്നുമില്ല, റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. നല്ല വണ്ടി. ഇത് പിന്നെ ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? ഹിസ്റ്ററി ഉള്ളതാണ്. ഓക്കെ, ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഫുള്ള് മാക്സിമം ലോൺ ചെയ്യാം. മാക്സിമം ലോൺ ചെയ്തോക്കാം. ഇതെവിടെ ഒരു ആൾട്ടോ 800 കാണിച്ചു കൊടുക്കാം. ഇതെങ്ങനെയായിരുന്നു? 2021 മോഡല് VXi ആൾട്ടോ 800, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. VXi ആണ്, LXi അല്ല. VXi. ഓക്കെ, 38,000 കിലോമീറ്ററോടെ വേണ്ടി നമുക്ക് 3.5 കൊടുക്കാം. എത്ര ഓട്ടം പറഞ്ഞത്? 38,000 കിലോമീറ്റർ. വെറും 38,000. ഓക്കെ, സിംഗിൾ ഓണർ, സിംഗിൾ ഓണർഷിപ്പ്. ഒരു ടെൻഷനും വേണ്ട കേട്ടോ. വണ്ടി എടുക്കുന്ന ആൾക്ക് നല്ല വണ്ടിയല്ലേ ബ്രോ? നല്ല വണ്ടി. ഓക്കെ, ഇത് എത്ര കൊടുക്കാന്ന് പറഞ്ഞേ? നമുക്ക് ഇത് ഫൈനലായിട്ട് 3,50,000 രൂപ കൊടുക്കാം. 3,50,000 കൊടുക്കാം അല്ല. 10 രൂപ കൂടിയാലും വണ്ടി നല്ല ക്വാളിറ്റി തന്നെ എടുത്തോളി. കാരണം നമുക്ക് എപ്പോഴും യൂസ് ആക്കാൻ ചെറിയ മാറ്റം കൊടുക്കും. വില ഫിക്സ് ഒന്നുമല്ല, ചെറിയ മാറ്റമൊക്കെ ചെയ്തു തരും. അതൊന്നും ടെൻഷൻ വേണ്ട. ആൾട്ടോ 800 നോക്കുന്ന ആൾക്ക് ഇവിടെ കുറെ ഉണ്ടല്ലേ, ഒരു 4-5 പീസോളം ഉണ്ട്. നോക്കാം നമുക്ക്. ഇതെവിടെ ഒരു വൈറ്റ് കാണിച്ചു കൊടുക്കുക. ഇതെങ്ങനെയായിരുന്നു? വൈറ്റ് 2013 സെക്കൻഡ് ഓണർഷിപ്പ്. 13 സെക്കൻഡ് ഓണർഷിപ്പ്. വണ്ടി VXi വണ്ടി 68,000 കിലോമീറ്റർ. 68,000 ഓടിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ, ഇത് എത്ര കൊടുക്കാം? ഓക്കെ, 1,85,000 രൂപ ഫൈനൽ കൊടുക്കാം. 1,85,000 കൊടുക്കല. 68,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ്, ക്ലീൻ വണ്ടി, ഒന്നുമില്ല, ഒരു റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ. 4 പുതിയ ടയർ അടക്കുന്ന വണ്ടി, നല്ല ക്ലീൻ പീസ് വണ്ടിയാണ് കേട്ടോ. 1,85,000 രൂപ VXi വണ്ടി. ഇതൊക്കെ കണ്ണി ചിമ്മിട്ട് തുറന്ന് എങ്ങനെ വേണമെങ്കിൽ എടുക്കാം അല്ല? ഓക്കെ, ലോൺ എത്ര കിട്ടും ബ്രോ? ഒരു 1,40,000 ലോൺ ചെയ്ത് കൊടുക്കാം. ചെയ്യല്ലേ? ഇത് തട്ടുമുട്ടൊന്നും ഇല്ലല്ലോ? റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ, ഇതാ ഇവിടെ ഒരു സിൽവർ കളർ. ഇതെങ്ങനെയായിരുന്നു? 2013 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. മെയിൻ ക്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട്. LXi ആണ്. 13 വണ്ടി അല്ലേ? 13 തന്നെ. പിന്നെ നമുക്ക് ഫൈനലായിട്ട് 1,75,000 രൂപ കൊടുക്കാം. 1,75,000 കൊടുക്കാം. വണ്ടി കാണാൻ നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ മെയിൻ ക്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട്. മെയിൻ ക്ലാസ് മാത്രം, ബോണറ്റോ കാര്യങ്ങളോ അപ്രോണഡിയോ കാര്യങ്ങളൊന്നുമില്ല. എടുക്കുന്നവർക്ക് ഈ കോളത്തിലേക്കുള്ള വണ്ടിയല്ലേ. വണ്ടി കംപ്ലീറ്റ് പോളിഷ് ആക്കി, ടച്ച് ആക്കി, പോളിഷ് ആക്കി തരും. വേറെ തട്ടൊന്നല്ലോ, മെയിൻ ക്ലാസ് മാത്രം. ഓക്കെ, വേറെ പ്രശ്നമൊന്നുമില്ല. ആവശ്യക്കാർ നോക്കിക്കോ. ലോൺ മാക്സിമം ചെയ്യാലോ? മാക്സിമം ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതാ ഇവിടെ ഒരു ഷവർലൈൻ്റെ ഒരു വണ്ടി. ഇത് ഏതായിരുന്നു? 2013 മോഡൽ ഷവർലൈറ്റ്, ലാസ്റ്റ് ഇറങ്ങിയ സ്പാർക്ക് അല്ലേ? ഓക്കെ, ലാസ്റ്റ് ഇറങ്ങിയത്. ഇതിന്റെ ഷേപ്പ് എന്തോ മാറ്റം ഉണ്ടെന്ന് തോന്നുന്നല്ലോ. ഫ്രണ്ട് ഗ്രില്ല് ലാസ്റ്റ് ഇറങ്ങിയത് കുറച്ച് വ്യത്യാസമുണ്ട്. ഓക്കെ, 13 മോഡൽ വണ്ടി, 68,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്. ഇത് പെട്രോൾ ഡീസലാ? പെട്രോൾ തന്നെയല്ലേ? ഓക്കെ, 8,000 കിലോമീറ്റർ. ഓക്കെ, വേറെ വണ്ടിമ വേറെ മെക്കാനിക്കൽ കംപ്ലൈന്റോ കാര്യങ്ങളൊന്നുമില്ല. പക്ക. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വണ്ടിമ. വണ്ടി ഓടിച്ചു പഠിക്കാൻ അടിപൊളിയാണ്. ഈ ലേഡീസിനൊക്കെ വർക്കിംഗ് ആണ്. വേറെ കംപ്ലൈന്റ്സോ കാര്യങ്ങളൊന്നുമില്ല. ലേഡീസിനൊക്കെ പറ്റിയ വണ്ടി. ഓക്കെ, എത്ര ഇത് വില? നമുക്ക് ഫൈനൽ ആയിട്ട് ഇത് 95,000 രൂപ കൊടുക്കാം. 95,000 രൂപ കൊടുക്കാം. 13 വണ്ടി 95,000. വണ്ടി അല്ലെ? 13 സ്പാർക്ക് 95,000. പെട്രോൾ മൈലേജ് എത്ര കിട്ടും? 18 കമ്പനി കിട്ടുന്നെന്ന് പറയുന്നുണ്ട്. 18-17 കൂട്ടിയാൽ അത്ര കിട്ടും. ജനപ്രിയ വണ്ടി വാഗണർ 2014 വണ്ടി, 14 VXi വണ്ടി. ബാക്ക് ഡിക്കി ഗ്ലാസ് മാത്രം റീപ്ലേസ്, വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. 4 പുത്തൻ ടയേഴ്സ്, കറക്റ്റ് കമ്പനി സർവീസ് പോയ വണ്ടി. ഫൈനൽ ആയിട്ട് 3,15,000 രൂപ കൊടുക്കാം. 3,15,000 കൊടുക്കാം. ഫുള്ള് ലോൺ ആയിട്ട് കൊടുക്കാം. ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടി, പ്രോപ്പർ ഹിസ്റ്ററി വണ്ടി. പുതിയ ഇൻഷുറൻസ് എടുത്താണ് ഈ റേറ്റ് വരുന്നത്. പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് നമുക്ക് 3,15,000 രൂപ കൊടുക്കാം. 3,15,000 കൊടുക്കാം. വണ്ടി നല്ല ഹൈ ക്ലാസ് വണ്ടിയാണ് കേട്ടോ. എടുക്കുന്ന ആൾക്ക് ഒരു ടെൻഷൻ വേണ്ട. നല്ല ക്വാളിറ്റി വണ്ടിയൊക്കെ നോക്കുന്ന ആളാണെങ്കിൽ വേഗം വന്നോളി കേട്ടോ. ഇവിടെ വണ്ടിനെ പറ്റിയിട്ട് ഒരു ടെൻഷൻ വേണ്ട. എല്ലാ ഭാഗം ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവര് തരുന്നുണ്ട്. ഇത് ലോൺ എത്ര കിട്ടും ബ്രോ? ഫുള്ള് ചെയ്യാലോ? 10-15 മാക്സിമം 15 രൂപ കണ്ടു എത്ര തന്നെ. ഓക്കെ, ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഇവിടെ നമുക്ക് ഒരു റിഡ്ജ് കാണിച്ചാലോ? റിഡ്ജ് പെട്രോൾ വണ്ടി, 2000 പെട്രോൾ ആണ്. പെട്രോൾ 15 മോഡൽ പെട്രോൾ വണ്ടി.
78,000 കിലോമീറ്റർ ഓട്ടം. ബോൾട്ട് മാത്രം റീപ്ലേസ് ഉണ്ട്, വേറെ മേജർ ആക്സിഡന്റ്സോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസ് പോയ വണ്ടിയാണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. നമുക്ക് ഫൈനൽ ആയിട്ട് 3,50,000 കൊടുക്കാം. 3,50,000 കൊടുക്കാം. ഇത് പിന്നെ ഓട്ടം എത്ര? ഓട്ടം 78,000. 78,000 അല്ല. ഇതും സർവീസ് ഒക്കെ ഉണ്ടാവൂല്ലേ? പക്ക സർവീസിലുണ്ട്. പക്ക സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. പിന്നെ ഓണർഷിപ്പ് സെക്കൻഡാ സിംഗിളാ? ഓണർഷിപ്പ് സിംഗിള് ഒരേ ഒരു ഓണർ. ഓക്കെ, ആവശ്യക്കാർ വിളിച്ചോട്ടല്ലേ? ലോൺ മാക്സിമം ചെയ്യല്ലേ? ചെയ്തു കൊടുക്കാം. ഇവിടെ ഒരു ജനപ്രിയ കളറിൽ വന്നിട്ടുള്ള ഒരു റിഡ്സ് കാർ. ഈ കളർ ഇല്ലേ, എല്ലാ ആളുകളും പെട്ടെന്ന് ചൂസ് ആക്കുന്ന ഒരു കളറാണ്. ഇതെങ്ങനെയായിരുന്നു? ഇത് റിഡ്സ് കാർ. ഇത് 2013 മോഡൽ റിഡ്സ്. 13 റിഡ്സ് പെട്രോള്. സോറി, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഫൈനലായിട്ട് 2,70,000 കൊടുക്കാം. 2,70,000 കൊടുക്കാം. അതും 2013 വണ്ടി. ഓക്കെ, ഓട്ടോ എത്ര പറഞ്ഞു ഞങ്ങള്? 60,000 കിലോമീറ്റർ. 60 ഓടിച്ചുള്ളൂ. വണ്ടി മിയത്തിൽ മിയ. ഓക്കെ, വിലപ്പാകം ഉണ്ട്. ആവശ്യക്കാരാണെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. അതും നല്ല അടിപൊളി കളർ. മാക്സിമം ലോൺ ചെയ്യല്ലേ? മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഒരു ഇത്യോസ് കിരുമത്തിന്റെ വണ്ടി അല്ലേ? ഇത് 2013 തന്നെ വണ്ടി. ഇത് കേരള വണ്ടിയാ? ഒറിജിനൽ കേരള. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ, സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സോറി, ആക്സിഡന്റ് മെയിൻ ഗ്ലാസ് റീപ്ലേസ് ആണ്. മെയിൻ ഗ്ലാസ് മാത്രം. ബോണറ്റ് മാറിയില്ലല്ലോ? ബോണറ്റ് കാര്യങ്ങൾ മാറിയില്ല. ഓക്കെ, നമുക്ക് ഫൈനലായിട്ട് 2,45,000 കൊടുക്കാം. 2,45,000? ഒറിജിനൽ കേരള വണ്ടി? ഒറിജിനൽ കേരള പെട്രോൾ വണ്ടി. 2,45,000 കൊടുക്കാം. എത്ര മോഡല്? 13 വണ്ടി. 13 വണ്ടി. അതിന്റെ കുറച്ച് കൊടുക്കാൻ കാരണം മെയിൻ ഗ്ലാസ് റീപ്ലേസ് അത്രേ ഉള്ളൂ. 80,000 മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ സംഭവിച്ചില്ല. 2,45,000 ഫൈൻ കൊടുക്കാം തന്നെ. ഓക്കെ, ഫുള്ള് ലോൺ കൊടുക്കാം. ഓക്കെ, ആവശ്യക്കാർ വിളിച്ചോട്ടെ. ന്യൂ ഷേപ്പിൽ ഇറങ്ങിയിട്ടുള്ള ഹ്യുണ്ടായിന്റെ സാൻഡ്രോ അല്ല? ഇത് എങ്ങനെയായിരുന്നു മോഡല്? ഇത് 20 മോഡൽ 21 രജിസ്ട്രേഷൻ സാൻഡ്രോ. സിംഗിൾ ഓണർഷിപ്പ്. 58,000 കിലോമീറ്റർ ഓട്ടോ. ഓക്കെ, മാഗ്ന വേരിയന്റ് ആണ്. ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, പുത്ത മോഡലില് ഓട്ടോമാറ്റിക് അങ്ങനെ മാർക്കറ്റിൽ ഉണ്ടാവില്ല. ഒരു റയർ പീസ് അല്ല? ഓക്കെ, ഇത് കുറച്ച് ഓട്ടോമാറ്റിക് കുറച്ച് ഇറങ്ങിയിട്ടുള്ളൂ. വണ്ടി എന്തുപാട് മെക്കാനിക് കാര്യങ്ങളൊന്നും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇതൊക്കെ ഹിസ്റ്ററി ഉണ്ടാവും അല്ലെ? ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ്. എത്ര കൊടുക്കാം ബ്രോ? ഇത് 4,30,000 കൊടുക്കാം. 4,30,000 കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്യല? മാക്സിമം ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഒരു കിഡ് ക്ലൈംബർ അല്ല? 2017 മോഡല് 26,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് കിഡ്. എത്ര ഓട്ടോ? 26,000. വെറും 26,000? ഒരു ഷോറൂം പീസ് വെട്ടി പീസ് വണ്ടി അല്ലേ? ഓക്കെ, കമ്പനി സർവീസ് ആണ്. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. മിയത്തിൽ മിയ. ഓക്കെ, ഒരു ടെൻഷൻ വേണ്ട എടുക്കുന്ന ആൾക്ക്. മിയത്തിൽ മിയ കുറെ ആൾക്കാർ കമന്റിൽ ചോദിക്കുന്നുണ്ട്. മിയ എന്ന് പറഞ്ഞാൽ നല്ല 100-ൽ 100 കേട്ടോ. 100-ൽ 100 എന്ന് പറയുമ്പോക്ക് വണ്ടി നല്ല പക്കായിരിക്കും അല്ല? ഇത് ബ്രോ എത്ര വില? ഓട്ടോമാറ്റിക് ആണ്. നമുക്ക് ഫൈനലായിട്ട് 3,15,000 കൊടുക്കാം. 3,15,000. കിഡ് അതായത് കിഡ് ക്ലൈംബർ ഓട്ടോമാറ്റിക് അല്ല? മാക്സിമം ലോൺ ചെയ്യല്ല? മാക്സിമം ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു സിയാസ്, ഒരു സഡാൻ വണ്ടി. ഇത് ഡീസൽ പെട്രോളാ? പെട്രോൾ ഉണ്ട് അല്ലേ? പെട്രോള് 15 വണ്ടി. ഓക്കെ, ഒരു ഡോർ റീപ്ലേസ് ഉണ്ട്. ഗ്ലാസ് ഇല്ല, ഡോർ മാത്രം. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കെ, VXI വണ്ടിയാണ്. VXI അല്ല? ഫൈനലായിട്ട് 4,65,000 കൊടുക്കാം. 4,65,000 കൊടുക്കാം. ലോൺ മാക്സിമം ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആവശ്യക്കാർ വിളിച്ചോട്ടെ അല്ലേ? ഇതെവിടെ ഒരു ചെറിയ ബഡ്ജറ്റിന്റെ ഒരു ഇയോൺ കാണിച്ചാലോ? ഇതെങ്ങനെയായിരുന്നു? ഇത് 2014 ഇയോണ്. 14 വണ്ടി. ഇറ പ്ലസ്. സെക്കൻഡ് ഓണർഷിപ്പ്. ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. ചില്ലറ പണിയെടുപ്പിക്കാൻ വേണ്ടി പാർട്ടിന്റെ പാർക്കിംഗ് സെയിൽ കൊണ്ടാണ്. നമുക്ക് ഫൈനലായിട്ട് 1,40,000 കൊടുക്കാം. 1,40,000 കൊടുക്കാം അല്ല? ചില്ലറ പണി നമുക്ക് മേജർ ആയിട്ടുള്ള പ്രശ്നമൊന്നും ഇല്ലല്ലോ? ചെറിയ പെയിന്റ് ടച്ച് വർക്ക് കാര്യങ്ങളൊന്നും. പാർക്കിംഗ് സെയിൽ വണ്ടിയാണ്. ഓക്കെ, അപ്പൊ ആവശ്യക്കാർ വിളിച്ചോളി കേട്ടോ. ഇവിടെ ഒരു ഹ്യുണ്ടായിന്റെ ഇത് സാൻഡ്രോ തന്നെയാ? സാൻഡ്രോ തന്നെ 2019 വണ്ടി. പുത്തൻ സാൻഡ്രോ. ഇവിടെ 2 പീസ് ഉണ്ടല്ലോ ടോട്ടല്. ഇതും ഓട്ടോമാറ്റിക് മാനുവലാ? ഇത് മാനുവൽ ഉണ്ട്. 19 സാൻഡ്രോ തേർഡ് ഓണർഷിപ്പ് ആണ്. 55,000 കിലോമീറ്റർ ഓടിയിട്ടു. കമ്പനി സർവീസ് തേർഡ് ഓണർഷിപ്പ്. സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവൂല? ഓക്കെ, നമുക്ക് ഫൈനലായിട്ട് ഇത് ഏകദേശം ഒരു 2,80,000 കൊടുക്കാം. 2,80,000 കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്യാം. 100% ലോൺ. ഇത് തട്ടുമുട്ടൊന്നുമില്ലല്ലോ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഇല്ല. റീപ്ലേസ് ഒന്നുമില്ല. നല്ല ക്ലീൻ പീസ് വണ്ടി.
പെട്ടി പീസാണ്, അതും നല്ല അടിപൊളി ബിസ്ക്കറ്റ് കളർ സ്പോർട്സ് ആണ് വേരിയന്റ് വരുന്നത്. സ്പോർട്സ് വേരിയന്റ് അല്ല ഓക്കെ. ആവശ്യക്കാരെ വിളിച്ചോട്ടെ, മാക്സിമം ലോൺ ചെയ്യാം. ഇവിടെ നല്ല കിടിക്കാച്ചി റിഡ്സ് ഡീസൽ അതും ഇതാ 30,000 അലോയ്സ്. ടച്ച് സ്ക്രീൻ സെറ്റ്, റിവേഴ്സ് ക്യാമറ, ആൻഡ്രോയിഡ് സ്റ്റീരിയോ, സ്പോയിലർ ഒക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് എക്സ്ട്രാ ഫിറ്റ് കയറിയ വണ്ടിയാണ്. ഫ്രണ്ട് ഹെഡ്ലൈറ്റ് കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റിലും വേറെ ഷേപ്പ് ആക്കിയിട്ടുണ്ട്. ഓക്കെ. ആൻഡ്രോയിഡ് ഒക്കെ ഉണ്ടല്ലേ? ആൻഡ്രോയിഡ് ഉണ്ട്. ഇന്റീരിയർ ഭാഗത്തൊക്കെ നല്ല അടിപൊളി ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല കിടി ഡീസൽ വണ്ടിയാണ്. 1.30 ഓട്ടം. നമുക്ക് ഫൈനായിട്ട് 2,65,000 കൊടുക്കാം. 2,65,000 കൊടുക്കാം. 2012 ഡീസൽ ഓപ്ഷൻ VDI അല്ല, LDA വണ്ടിയല്ല, VDI ആണ്. അപ്പോ ലോൺ മാക്സിമം ചെയ്യല്ല. ഓക്കെ. ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഇവിടെ നിസാന്റെ ടെറാനോ എങ്ങനെയായിരുന്നു? 2017 മോഡൽ ടെറാനോ, സിംഗിൾ ഓൺഷിപ്പ്, 1,03,000 കിലോമീറ്റർ ഓട്ടം. ആക്സിഡന്റ് റീപ്ലേസിന്റെ മേജർ ആക്സിഡന്റ്സോ കാര്യങ്ങളൊന്നുമില്ല. ക്വാളിറ്റി വണ്ടിയാണ്. നമുക്ക് ഫൈനായിട്ട് 4,70,000 നെറ്റ് കൊടുക്കാം. 4 ലക്ഷത്തിന് ഒരു SUV വണ്ടി അല്ലേ? 4,70,000 4,75 ഡീസൽ SUV വണ്ടി. ഓക്കെ. വണ്ടി വേറെ തട്ടുമുട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമില്ല. നല്ല ക്ലീൻ പീസ് വണ്ടി അല്ല? മാക്സിമം ലോൺ ചെയ്യല്ലോ ബ്രോ? മാക്സിമം ലോൺ ചെയ്യാം. ഓക്കെ. ഇവിടെ ഒരു വാഗനർ 2011 വണ്ടി, 2031 പേപ്പറിലെ വണ്ടി, 60,000 കിലോമീറ്റർ, സിംഗിൾ ഓൺഷിപ്പ്, VXI ഓപ്ഷൻ. ഓക്കെ. നമുക്ക് 2,40,000 കൊടുക്കാം. 2,40,000 കൊടുക്കാം. അത് ഓട്ടോ കുറവുണ്ടല്ലേ? ഓട്ടോ കുറവ്. എത്ര? 40,000. ഓക്കെ. വേറെ തട്ടുമുട്ടി ഇടി കുത്ത് ഒന്നുമില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല അല്ല? നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. മാക്സിമം ലോൺ ചെയ്യല്ലോ ബ്രോ? മാക്സിമം ലോൺ ചെയ്യാം. ഹ്യുണ്ടായിന്റെ i10 ഇത് ചെറിയ പൈസ കൊടുക്കല്ലേ ഈ വണ്ടി? ഇത് 1,40,000 കൊടുക്കാം. 2010 വണ്ടി 1,40,000 കൊടുക്കാം. ചില്ലറ ചായ പൈസ. എത്ര മോഡലായിരുന്നു? 2010 2030 പേപ്പറിലെ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. 30 വരെ പേപ്പറും ഉണ്ട്. വണ്ടി മെക്കാനിക് എന്തുപാട്? ഒരു പ്രശ്നമില്ല. ഓക്കെ. വേറെ തട്ടുമുട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. 1.2 അല്ലേ? 1.2. ഓക്കെ. മാഗ്ന അല്ല? AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, 4 ഡോർ പവർ വിൻഡോയും വരും. ഓക്കെ. ലോൺ ചെയ്യാൻ പറ്റുമോ ഇതിന്? ചെയ്യാലോ. ലോണും അത്യാവശ്യം ചെയ്യാനും പറ്റും. ആവശ്യക്കാരാണെങ്കിൽ വന്ന് നോക്കിക്കോളൂ കേട്ടോ. ചെറിയ പൈസക്ക് നല്ല കിടുക്കാച്ച് വണ്ടി വാഗനർ VXI അല്ലേ? ബ്രോ ഇത് എങ്ങനെയായിരുന്നു കാര്യങ്ങള്? ഇത് 2008 തേർഡ് ഓൺഷിപ്പ് വണ്ടിയാണ്. 2008 തേർഡ് ഓൺഷിപ്പ് ആണ്. VXI വണ്ടി എല്ലാം വർക്കിംഗ്, പ്രോപ്പർ പാച്ച് വർക്കോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ക്ലീൻ പീസ് വണ്ടി. നമുക്ക് ഫൈനലായിട്ട് ഓടിച്ചോടിക്കുന്ന 88 രൂപ കൊടുക്കാം. 88,000 കൊടുക്കാം. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതും പിന്നെ 2028 വരെ പേപ്പർ ഉണ്ട്. ഇത് ഓട്ടോ എത്രയല്ലേ? 1.30 ഓടിയുണ്ടല്ലേ? വണ്ടി എന്തുവാണ്? മെക്കാനിക് മെക്കാനിക് കംപ്ലൈന്റ് അടിപൊളിയാണ്. ഒച്ചപ്പാട് ഒരു ബഹളോ കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ഓക്കെ. ചെറിയ പൈസക്ക് എടുക്കാൻ പറ്റും. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ അപ്രോഡ് ഗ്ലാസ് മാറ്റില്ല, അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നുമില്ല. ഒരു പ്രശ്നമില്ല. എടുക്കുന്ന ആൾക്ക് ഒരു പണിയില്ല കേട്ടോ. എണ്ണ അടിക്കാ ഓടാ. നല്ല ക്ലീൻ പീസാണ്. ആവശ്യക്കാരാണെങ്കിൽ വേഗം വന്ന് നോക്കിക്കൊള്ളു കേട്ടോ. ഈ വാഹനങ്ങൾ ലാസ്റ്റ് വണ്ടി നമ്മൾ കാണിച്ചത്. പിന്നെ ഏതെങ്കിലും വണ്ടി നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോയിൽ മൂപ്പര നമ്പർ ഉണ്ട്, അതിൽ വിളിച്ചോളി. ഇനി കോൾ കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് ആയി വിട്ടാൽ മതി. ഓക്കെ. അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ.